എന്താ ഇവിടെ? ഹോസ്പിറ്റലിൽ വെച്ചൊരു സീനുണ്ടാക്കാൻ എനിക്കിഷ്ടമല്ല. മനസ്സിലായി. എനിക്ക് രോഗികളെ ചികിത്സിക്കാൻ അറിയില്ലെന്ന് തനിക്കൊരു ധാരണയുണ്ട് അല്ലേ? എന്നില്ല. ഞാൻ ഷോക്ക് ട്രീറ്റ്മെന്റിന് കൊണ്ടുവരാൻ പറഞ്ഞ രോഗിയെ നിങ്ങൾ പറഞ്ഞതിന്റെ അർത്ഥം? അതൊരു പഴയ കഥയാണ്. മേലേപ്പാട്ട് തറവാട്ടിലെ ബാല്യക്കാരി അമ്മുവിന്റെ മകൻ ഉണ്ണി ഡോക്ടർ ഉണ്ണികൃഷ്ണനായ കഥ. അന്നെനിക്ക് ഒരു ഡോക്ടറാകാനുള്ള പണം കൈനീട്ടി തന്നത് ഈ രോഗിയാണ്, എന്റെ വിനു. ജന്മിയുടെ മകനല്ലായിരുന്നു അവൻ. എന്റെ കളിക്കൂട്ടുകാരനായിരുന്നു, കൊച്ചനിയനായിരുന്നു. ഞാൻ അവന് ഉണ്ണിയേട്ടനായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം ഉണ്ണിയേട്ടാന്നുള്ള വിളി കേട്ടപ്പോ ഞാൻ എന്നെ തന്നെ മറന്നുപോയി. ഐ എം സോറി ഡോക്ടർ. എന്തിനാ ഇവിടെ ഈ മൈക്ക് കെട്ടി വെച്ചിരിക്കുന്നത്? അത് അനൗൺസ് ചെയ്യാൻ. ഇവിടെ പാട്ട് വയ്ക്കണം. യെസ്, ദാറ്റ് ഈസ് എ വെരി ഗുഡ് സജഷൻ. 12 പേരുള്ള ഈ വാർഡിൽ 1 or 2 പേരുടെ ഇഷ്ടം നോക്കി പാട്ടും കൂത്തൊന്നും വെക്കാൻ പറ്റില്ല. സിസ്റ്റർ അമ്മ ഇതിന്റെ അകത്തൊരു ടേപ്പ് റെക്കോർഡറോ റേഡിയോ വെച്ച് നോക്കണം. അപ്പ അറിയാം സംഗീതത്തിന്റെ വില, അല്ലേ സ്വാമി? സംഗീതം എന്ന് പറഞ്ഞാൽ പ്രപഞ്ച സത്യങ്ങളുടെ ഉത്കൃഷ്ടമായ ഉൾപ്പുളങ്ങളിൽ നിന്നും ബഹിർഗമിക്കുന്ന അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ്. വി വാണ്ട് മ്യൂസിക്. എല്ലാരും ഒന്ന് കൈ നോക്കിയേ. മതിയോ? 4 കൈയല്ലേ ആയുള്ളൂ, മിനിമം 7 കൈയെങ്കിലും വേണം. ഇപ്പൊ തികഞ്ഞില്ലേ? വി വാണ്ട് മ്യൂസിക്. അത് പറ്റില്ല. ഒരാള് 1 കൈയെ പൊക്കാൻ പാടുള്ളൂ. മെജോറിറ്റി കിട്ടണമെങ്കിൽ ഇനി 3 കൈ കൂടി വേണം. ഓക്കെ, നമുക്ക് മ്യൂസിക് വേണ്ടേ? സംഗീതം. നമുക്ക് മ്യൂസിക് വേണ്ടേ? പാട്ട്. കൈയെന്ന് പൊക്കി പിടിച്ച് ഇച്ചിരി നേരം പൊക്കി പിടിക്കേ, ഇച്ചിരി നേരം പൊക്കി പിടിക്കേ. നിനക്കൊക്കെ മെഴുതിരിയും മണ്ണെണ്ണകളൊക്കെ മാറ്റാൻ ഞാൻ വേണം. എനിക്കൊരാവശ്യം വന്നപ്പോ എന്നെ സഹായിക്കാൻ ആരുമില്ല. അല്ലെങ്കിൽ ഈ പ്രാന്തന്മാരെന്ന് പറയുന്നത് തൊണ്ണേട്ടന്മാരാ. ജോണിയുടെ വണ്ടിയിലെ നമുക്ക് സ്റ്റീരിയോ വെച്ച് പാട്ട് കേൾക്കണ്ടേ? കൈവക്ക്, കൈവക്ക്, പൊക്ക് പൊക്ക് പൊക്ക്. ഇനി എത്ര വേണം? 2. 2 ഉള്ളൂ. 2 2. കൈവ ഒന്ന് പൊക്ക്. സ്വാമി, സ്വാമി ഒന്ന് കൈപോക്ക് സ്വാമി. സ്വാമി ഒന്ന് പൊക്ക് സ്വാമി. താഴെ പറഞ്ഞ സംഗീതം തേങ്ങയാണ്, മാങ്ങയാണ്, അന്താരാഷ്ട്ര പ്രശ്നമാണെന്നല്ല. സ്വാമി ഒന്ന് കൈപോക്ക് സ്വാമി. ആർക്കും നഷ്ടമല്ലാത്ത രൂപല്ലേ? ഇനി എത്ര? ഒന്നല്ലേ? ഒന്നല്ലേ? പ്ലീസ് ആരെങ്കിലും ഒന്ന് കൈവെക്കുമോ? ആരെങ്കിലും ഒന്ന് കൈവെക്കുമോ പ്ലീസ്? ആർക്കും ചെയ്തല്ലാത്ത രൂപല്ലേ? ഒരേ ഒരു നിമിഷം, വെറുതെ ഇരിക്കുന്ന കൈയല്ലേ, ഒന്ന് പൊക്കിയാലെന്ന് നഷ്ടപ്പെടണം. പ്ലീസ് പ്ലീസ്. മീറ്റിംഗ് കഴിയാറാവുന്നു. 1 minute പ്ലീസ്. ചക്കര മുട്ടയല്ലേ, പഞ്ചാര മുട്ടയല്ലേ, ഒന്ന് കൈവക്ക്. പാട്ട് കേൾക്കാനാ. കൈവക്ക്, 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 കൈവക്ക്. 1 minute, just 1 minute sister, sister 1 minute. ആരെങ്കിലും ഒന്ന് കൈവക്കോ, ആരെങ്കിലും ഒന്ന് കൈവക്കോ, ആരെങ്കിലും ഒന്ന് കൈവക്കാൻ. 7 പേരായി. We want music. We want music. Sorry, meeting is over. We want music. Sister, we want music. Sister, we want music. Sister, we want music. We want music. Bastards! All bastards! അമ്പാടി കൂടം വന്നീരും നമ്പാടി കൂടം വന്നീടും
പാടി കളഭം ചാട്ടും കനകക്കുന്നിൽ മരുകും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ. അകലെ ചേലോലും നിറപറകൾ ഉയരും മംഗല്യ മധുമൊഴികൾ അകലെ ചേലോലും നിറപറകൾ ഉയരും മംഗല്യ മധുമൊഴികൾ അഴകിൻ താലത്തിൽ നെയ്ത്തിരികൾ മധുരം ചാലിക്കും മംഗളങ്ങൾ തുടരും തകിൽ നീളം തുടരും തകിൽ നീളം. കളഭം ചാത്തും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ. ഇവിടെ സംഗീതമനുവദിക്കൂ മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ ഗമവ ഗമപ ഗമപദനിതപ ഗമപദനിതനിത പദപമപ. ഇവിടെ സംഗീതമനുവദിക്കൂ മനസ്സിൻ മന്ത്രങ്ങൾ സ്വീകരിക്കൂ സദയം സസ്നേഹം പരിഗണിക്കൂ വ്യഥകൾ വൈകാതെ പരിഹരിക്കൂ കിളിതന്നവകാശം കിളിതന്നവകാശം. കളഭം ചാട്ടും കനകക്കുന്നിൽ മരുവും താലോലം കിളികൾ പതിവായേവം ഒന്നായി പാടും കനിയൂടയോരേ കനിയൂടയോരേ. ഏയ് തലയുറഞ്ഞു. നോ. ഓ സാവിത്രി, ഞാൻ ഇനി എന്ത് ഈശ്വര, ഇന്ന് ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റാ. എന്റെ ഹയർ സ്റ്റഡീസും ട്രിപ്പും എല്ലാം തീർന്നു. ഇഡിയറ്റ്. ഞാൻ വേറെ വളം വാങ്ങിച്ചു കൊടുക്കാം. ബിനു വാർഡിലേക്ക് പൊക്കോളൂ. എന്നെ അടിച്ചുവിടാം. സാരമില്ല. സാരമില്ല, പോട്ടെ. വിധിച്ചിട്ടില്ല എന്ന് കരുതിയാ മതി. അതല്ലെങ്കിൽ തന്നെ പെട്ടെന്ന് എവിടുന്ന ഇംഗ്ലണ്ടിൽ പോകാൻ മോഹം വന്നത്? പഠിത്തം മടുത്തു, ഇനി പ്രാക്ടീസ് മാത്രം മതി എന്ന് പറഞ്ഞ ആളല്ലേ. എന്താ ഇപ്പൊ ഇങ്ങനെ തോന്നാൻ?
കുറച്ചു ദിവസമായി ഞാൻ സാവിത്രി കുട്ടിയോട് ചിലതൊക്കെ ചോദിക്കണമെന്നും പറയണമെന്നും വിചാരിക്കണം. ഇപ്പൊ പറഞ്ഞ ശരിയാവില്ല. ഡ്യൂട്ടി കഴിഞ്ഞ് ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങാം. എനിക്കെല്ലാം അറിയാം. ഒരമ്മയെപ്പോലെ നീ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ചെയ്ത സുഭദ്ര കുഞ്ഞമ്മ ഒരപരിചിതയെ പോലെ ഇറങ്ങിപ്പോയപ്പോ നീ ആകെ അപ്സെറ്റായി. അവരുടെ നമ്പർ ആയിരുന്ന 36 പോലും നീ വെറുത്തു. പിന്നീട് അതേ നമ്പർ വിനുവിനായപ്പോ അവനോട് നിനക്ക് വൈരാഗ്യമായി. ആ പാവം എന്തു കഴിച്ചു. എന്റെ കൈകളിൽ കിടന്ന് വളർന്ന കുട്ടിയാണവൻ. പിരിഞ്ഞപ്പോ പിന്നീടൊരിക്കൽ അവനെ ഇങ്ങനൊരു അവസ്ഥയിൽ കണ്ടുമുട്ടുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. സാവിത്രിക്കറിയാലോ, പ്രത്യേകിച്ച് യാതൊരു ആഗ്രഹങ്ങളും മോഹങ്ങളും ഇല്ലാത്ത ഒരുത്തനാണ് നിന്റെ ഉണ്ണിയെങ്കിൽ. പക്ഷെ ഇപ്പോ ഒരാഗ്രഹമുണ്ട്, ഒരു സ്വപ്നമുണ്ട്. എന്റെ വിനു ഈ ആശുപത്രിയിൽ നിന്ന് ഒരു സാധാരണക്കാരനെ പോലെ ഇറങ്ങിപ്പോകുന്നത് എനിക്ക് കാണണമെന്ന്. ഇതൊരു റിക്വസ്റ്റാണ്. ഉണ്ണിയങ്കൾ പറയുന്നത് കുട്ടി, മരുന്നും മന്ത്രവും കൊണ്ടല്ല, മനസ്സുകൊണ്ടാണ് മാനസിക രോഗം ചികിത്സിക്കേണ്ടത്. സാവിത്രി കുട്ടിക്ക് ഇക്കാര്യത്തിൽ നിന്ന് സഹായിക്കാൻ കഴിയും. ഇത് അവന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഒരു ഡയറിയാണ്. ആദ്യം സാവിത്രി കുട്ടി ഒന്ന് വായിക്കണം, എന്നിട്ട് സ്വയം തീരുമാനിക്കുക. അങ്ങനെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന കാര്യത്തിൽ പിള്ളേര് തമ്മി തല്ലി. കൊലപാതകം വരെ നടക്കുമെന്ന് എനിക്ക് ബോധ്യമായപ്പോ ഞാനങ്ങ് ഭ്രാന്ത് അഭിനയിച്ചു. ഞാൻ എഴുതി കൊടുത്താലല്ലേ അവന്മാരെ അനുഭവിക്കൂ. എന്റെ പിള്ളേര് എന്റെ കൺ മുമ്പിൽ വെച്ച് തമ്മി തല്ലിച്ചാകുന്നത് ഞാൻ കാണണ്ടല്ലോ. തിരിഞ്ഞിരിക്കണം. എനിക്കൊരു സങ്കടമേ ഉള്ളൂ. എന്റെ ഒരു കൊച്ചു പോലുണ്ട്, ചിണ്ടൻ. അച്ഛനും അമ്മയും വിമാനാപകടത്തിൽ മരിച്ചുപോയി. ഇപ്പൊ അവൻ ബോർഡിംഗ് സ്കൂളില്ല. നാളെ അവന്റെ 8ാമത്തെ പിറന്നാളാണ്. എല്ലാ പിറന്നാളിനും ഞാൻ അവനൊരു ഉടുപ്പ് വാങ്ങിക്കൊടുത്തേക്കും. അപ്പൂപ്പന്റെ ഉടുപ്പ് കാത്ത് അവനിരിക്കും. അപ്പൂപ്പൻ കരയണ്ട. ചിണ്ടൻ ഒരു ഉടുപ്പ് വാങ്ങിച്ചയച്ചാ പോരെ? അപ്പൂപ്പനെ അവന്റെ അഡ്രസ് എനിക്ക് തന്നാ മതി. ഒരു ഉടുപ്പ് വാങ്ങി പാഴ്സൽ അയക്കുന്ന കാര്യം ഞാൻ ഏറ്റു. നീ എന്റെ കണ്ണിൽ പാറ്റ ഇടരുത്. നേരത്തിനും കാലത്തിനും ഒക്കെ തിരിച്ചു വരണം. വഴിയിലെങ്കും വായി നോക്കി വെക്കല്ലേ. മിണ്ടാതെ എന്റെ കട്ടിൽ പോയി മൂടി പോയിച്ച് കടാ. ആ പട്ടാളം എങ്ങാനും കണ്ട പട്ടാളോ? വർമ്മ വർമ്മ, നിന്റെയും എന്റെയും ജീവിതം കട്ടപ്പോക. കിടക്കുന്ന കണ്ടില്ലേ മൊട്ട. ഇയാടെ ഗതിയിലാവും ജീവിച്ചിരിക്കുന്ന ശവം. ഇയാളെന്താ സംസാരിക്കാത്ത? ഊമയാണോ? അല്ല, ആക്കിയതാ. എന്തിന്? ഇവിടെ കിടന്ന് വെളച്ചിൽ കാണിച്ചതിന്. അറ്റ കൈക്കൊരു ഓപ്പറേഷൻ ഉണ്ട്. ഇതുവഴി ഒരു ഉണ്ട കയറ്റി തലച്ചോറിനകത്തിട്ട് ഒരു കറക്കം. ചോറും പരിപ്പും അവിയലും സാമ്പാറും എല്ലാം കൂടെ പുളിശ്ശേരി പരുവത്തിലാവും. പിന്നെ ആട്ടവും ഇല്ല, അനക്കവും ഇല്ല. ചാവണത് വരെ ഇങ്ങനെ കിടക്കും. ആ, കോമ എന്നോ കുത്തെന്നോ ഒക്കെയാ ഡോക്ടർ ഇതിന് പറയുന്നത്. അതുകൊണ്ട് നീ സൂക്ഷിച്ചു പോണം. അല്ലെങ്കിൽ നീ കോമയിലും ആയി പോവും, എന്റെ സർവീസ് ഫുൾ സ്റ്റോപ്പിലും ആയി പോവും. അയ്യോ, അടിക്കല്ലേ അടിക്കല്ലേ, കണ്ണാടി പൊട്ടിപ്പോവും. പോയിട്ട് വാ. കഷ്ടം. അവൻ എവിടെ പോയി തൊലഞ്ഞു? അയ്യോ, ചുമ്മാ ഇരിക്കടാ. എനിക്ക് മരുന്ന് കുടിക്കണം. ഇനോ എണിക്കാൻ മരുന്ന് കുടിക്കണമെന്നേ. എണിക്കാൻ എണിക്കാൻ പറഞ്ഞില്ലേ? മരുന്ന് കുടിക്കണം.
എണിക്കാൻ പറഞ്ഞില്ലേ? മരുന്ന് കുടിക്കണം. ആന്റണി! ദാ വിനോദ് എണിക്ക. ദാ മരുന്ന് കുടിക്കണം. എണിക്കാൻ പറഞ്ഞില്ലേ? ഏയ്, ദേ ഇവനൊന്ന് എണിപ്പിക്ക. വിനോദേ എഴുന്നേക്ക്. എഴുന്നേക്കാൻ. നീയോ? Put him in the cell. നാളെ മുതൽ താൻ ഇവിടെ വരണമെന്നില്ല. യു ആർ ഡിസ്മിസ്ഡ്. അപ്പൂപ്പ ഞാൻ അയച്ചു. അപ്പൂപ്പ ഞാൻ മറ്റേതായി അയച്ചിട്ടുണ്ട്. അനീത, ആദ്യമായി കണ്ടത് ഒരു വസന്തത്തിലാണോ എന്നോർമ്മയില്ല. അവളുടെ കയ്യിൽ കുറെ സ്നേഹപ്പൂക്കളുണ്ടായിരുന്നു. ആദ്യമായി കണ്ടത് എന്റെ മനസ്സിന്റെ പൂമുഖത്താണോ എന്നോർമ്മയില്ല. അവളുടെ കയ്യിൽ ഒരു നിലവിളക്കുണ്ടായിരുന്നു. ഒന്ന് മാത്രം എനിക്ക് ഓർമ്മയുണ്ട്. നക്ഷത്രങ്ങൾ താലപ്പൊലി എടുത്തിരുന്നു. കാറ്റ് ഒരു ഗീതം മൂളിയിരുന്നു. എന്റെ മനസ്സുപോലെ ആഷാഢത്തിലെ സന്ധ്യയിൽ തീർത്തിരുന്നു. നാണം കൊണ്ടോ അതോ ഡാടാ, വെറുതെ റൊമാൻറ്റിക്കായി കാട് കയറാതെ നേരിട്ട് അവളെ കണ്ട് കാര്യം പറഞ്ഞ് വളച്ച് കീശലാക്ക്. അല്ലെങ്കിൽ നല്ല ആമ്പിള്ളേരെ കെട്ടിക്കൊണ്ടു പോകുമ്പോ താടിയും വളർത്തി വെള്ളം ഒഴിച്ച് പാട്ടും പാടി ദേവദാസായി നടക്കേണ്ടി വരും. അയ്യാ, കർത്താവേ, കർത്താവേ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സ്നേഹം തോന്നുന്ന കുറ്റമാണോ കർത്താവേ? കർത്താവേ, ഞാൻ ഉണ്ടില്ലേലും ഇവൾക്ക് 7 കോഴ്സ് ഡിന്നർ വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവേ, ഞാൻ ഉടുത്തില്ലേലും ഇവൾക്ക് നല്ല തുണി വാങ്ങിച്ചു കൊടുക്കാമേ. കർത്താവേ, എന്നിൽ കരുണയുണ്ടാകണമേ. ഇവൾക്ക് നല്ല ബുദ്ധി തോന്നിക്കണേ. കർത്താവ് ഇവളുടെ മനസ്സിന്റെ അകത്ത് കയറിയിരുന്ന് എനിക്ക് വേണ്ടി ഒന്ന് റെക്കമെൻഡ് ചെയ്യണേ. യ്യോ, എന്താ കുട്ടി മുണ്ട് പ്രാർത്ഥിക്കുകയാണ് തോന്നുന്നു. എങ്ങനെ നോവായിരിക്കും അച്ചോ? ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിച്ചിട്ട് ഒരു ശകലം ഉപ്പ് തേക്കാതെ പോലെ തെറ്റില്ലേ അച്ചോ? എന്താ കാര്യം? പോട്ടച്ചോ, ഉപ്പ് എപ്പോഴും കയ്യെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല. ഒരു ആശ്വാസം വാക്കെങ്കിലും പറഞ്ഞൂടെ? കുട്ടിക്ക് എന്ത് പറ്റി പറയൂ. സ്നേഹിക്കുന്നവരെ ദുഃഖിപ്പിക്കുന്ന തെറ്റല്ലേ അച്ചോ? അതെ, വലിയ തെറ്റാണ്. എന്നാ പലർക്കും അത് അറിയത്തില്ല. ഈ പള്ളി വരുന്നവരോട് അച്ഛനാണെന്ന് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത്രേ ഉള്ളൂ. ഗുഡ് മോർണിംഗ്. ഞാൻ ഈ ഇലക്ട്രിസിറ്റി ബോർഡിന്നാ. ഇവിടെ വെളിയിലത്തെ പോസ്റ്റിന്റെ ഫ്യൂസ് എപ്പോഴും പോകുന്നുണ്ടല്ലേ? ഇല്ല. അത് ശരി. എന്നെക്കാളും വെച്ച് നിങ്ങൾക്ക് ഇവിടെ ഏതോ മുറിയിൽ ഷോർട്ട് സർക്യൂട്ട് ഉണ്ട്. ഈ മുറിയൊക്കെ തുറന്നാണ്, എനിക്കൊന്ന് ചെക്ക് ചെയ്യണം.
ഇതല്ല. ആ എങ്ങനെ അറിയാം? ദേ ഈ വയറിന്റെ പോക്ക് കണ്ടിട്ട് അല്പം വശക്കേടുണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തുറന്നേ. ലൈറ്റൊക്കെ ചെക്ക് ചെയ്യണം. ഒരു അരമണിക്കൂർ നേരത്തെ പണിയണം. ശരി, ഞാൻ റിസപ്ഷനിൽ കാണും. Anita, I love you. I love you, Anita. 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 Anita, I love you. വിനു, എന്താ ഇതൊക്കെ? ചുമ്മാ ഒരു രസം. But I really mean it. വിനുവിന് ഭ്രാന്തുണ്ടോ? Yes, I am mad with love. അതുകൊണ്ടല്ലേ മനുഷ്യരാരും കാട്ടാത്ത ഈ കോപ്പറാണ്ടിത്തരമൊക്കെ ഞാൻ കാട്ടണേ. റിയലി ഈ സ്ഥലം കണ്ടപ്പോ, ഇതിന്റെ ഭംഗി കണ്ടപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ എഴുതണം തോന്നി. But it's beautiful, no? I mean it. I love you. വിനു, പ്ലീസ് ഫോർഗെറ്റ് മീ. എനിക്കൊരിക്കലും വിനുവിനെ സ്നേഹിക്കാൻ കഴിയില്ല. Why? ഞാൻ കന്യാസ്ത്രീ ആവാൻ വിധിച്ചവളാണ്. എന്നെ എന്റെ വീട്ടുകാർ അങ്ങനെ നേർന്നതാണ്. കർത്താവിന് നിരക്കാത്തൊന്നും ഞാൻ ചെയ്യാൻ പാടില്ല. വിനു എന്നെ ഇനി ഉപദ്രവിക്കരുത്. Anita, I love you. What you mean? കർത്താവല്ല അവളുടെ വിധി എഴുതിയത്, അവളുടെ വീട്ടുകാരാണ്. ഭർത്താവ്, വീട്, കുഞ്ഞ്, കുടുംബം, ഇതെല്ലാം എല്ലാ പെൺകുട്ടികളുടെ സ്വപ്നങ്ങളാണ്. അങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ അനിതയ്ക്ക് ഉണ്ടാവില്ലേ? ഐ നോ ഷീ ലവ്സ് മീ ആൻഡ് വി വാണ്ട് ടു ഗെറ്റ് മാരീഡ്. അനിതേ, നിനക്കൊന്നും പറയാനില്ലേ? നീ വിനുവിനെ സ്നേഹിക്കുന്നുണ്ടോ? അനിതയുടെ അഭിപ്രായം അറിയാതെ എനിക്ക് നിങ്ങളെ സഹായിക്കാനാവില്ല. ഓൾ റൈറ്റ്, അനിത സമ്മതിക്കും. ഞാൻ അവളെ കൊണ്ട് സമ്മതിപ്പിക്കും. അനിത, അനിത, you love me. You can't deny that. അനിത, വാതിൽ തുറക്കാൻ. അനിത, അനിത, please. അനിത, അനിത,
നിന്റെ മനസ്സാക്ഷിയോട് നീ തന്നെ സ്വയം ചോദിച്ചോക്ക്. യു ലവ് മീ, ഐ നോ യു ലവ് മീ. അത് പറയാൻ നിന്റെ മനസ്സ് വെമ്പുന്നു, കേൾക്കാൻ എന്റെ മനസ്സും. പ്ലീസ്. വേണ്ട, നീ പറയില്ലല്ലേ, അതിന്റെ അർത്ഥം യു ഹേറ്റ് മീ, യു ഹേറ്റ് മീ. ഓക്കെ ഓക്കെ, നിനക്കെന്നെ വേണ്ടെങ്കിൽ എനിക്കും എന്നെ വേണ്ട. I am going to jump down. I am going to commit suicide. Okay, goodbye. La 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 la.